ഹേ ഓൾ, സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ലോകനാർക്കാവ് പൂരം കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ആക്ച്വലി മേളില്ലെന്ന് തോന്നുന്നു, പക്ഷേ മാർച്ച് 23 മുതൽ ഏപ്രിൽ 1 വരെയാണ് അവിടെ ഉത്സവം വരുന്നത്. ഞാൻ ആക്ച്വലി ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇതുവരെ ലോകനാർക്കാവിൽ പൂരം കണ്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തൊഴാൻ പോകും. എനിക്ക് ഇടയ്ക്കൊരു തോന്നൽ വരും ഇന്ന് കാവിൽ പോകണമെന്ന്. അപ്പോൾ ഞാൻ ഓടിപ്പോകുന്നൊരു സ്ഥലമാണ് ലോകനാർക്കാവ്. പക്ഷെ ഇതുവരെ അവിടുത്തെ ഉത്സവം ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ 2-3 ദിവസമായി അച്ഛനോട് ഞാൻ പറയാം നമുക്ക് പോകാം എന്നുള്ളത്. പക്ഷേ ജോലിയും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ ജോലിയിൽ ലീവായിരുന്നു. ഇന്നലെ ജാനിക്ക് 1.5 വയസ്സിൻ്റെ ഇഞ്ചക്ഷനായിരുന്നു. അതിൻ്റെ പനിയും വാശിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. പക്ഷെ അവളുടെ ആ മൂടൊന്ന് മാറട്ടെ എന്ന് കരുതിയിട്ടാണ് എന്നാൽ ഇന്നൊന്ന് പോവാം. പിന്നെ ജോലിയുടെ തിരക്കില്ല, എന്നാൽ പയ്യൊന്ന് പോയി നോക്കാം. അവൾക്ക് ഇന്നായപ്പോൾ കുറച്ച് വ്യത്യാസം, വൈകിട്ടായപ്പോഴത്തേക്കും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് അവളെയും കൂട്ടിയിട്ട് അച്ഛൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഇന്ന് കഥകളി ഉണ്ട്. എനിക്ക് കഥകളി ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. പറ്റുമ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ കഥകളി ഉണ്ടെങ്കിൽ കാണാറുമുണ്ട്. ഇപ്പോൾ ഒരുപാട് നാളായി കഥകളി കണ്ടിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ കഥകളിയാണ്. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 7 മണി കഴിഞ്ഞു. അപ്പോൾ കേളിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒന്ന് ചെല്ലാമെന്നാണ് വിചാരിക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഡ്രസ്സിലേക്കൊക്കെ ഫിറ്റ് ആവുക എന്നുള്ളതുണ്ടല്ലോ ഇപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഡെലിവറി കഴിഞ്ഞിട്ട് ഞാനിപ്പം ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഡ്രസ്സ് ഇടുന്നത്. ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് ഇടാൻ പറ്റില്ലായിരുന്നു. ജിമ്മിൽ പോകുന്നതിൻ്റെ ഗുണമുണ്ട്. കുറേയൊക്കെ ഞാൻ ഫാറ്റ് ലോസ് ആയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി കേട്ടോ. ഭയങ്കര കുറച്ച് പാടാണ് ജിമ്മിൽ പോവുക എന്നുള്ളത്. പക്ഷേ പോയി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കണ്ടിട്ട് പനിയാ കല്യാണത്തിന് മുന്നേ എപ്പോഴും നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ സിനിമയിലും അല്ലാതെ സംസാരത്തിലൊക്കെ ലോകനാർക്കാവിലമ്മ, തച്ചോളി ഉദയനൻ അതൊക്കെ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല ഞാനിനി അങ്ങോട്ട് ഈ നാട്ടുകാരിയാവുന്നും ഈ മുറ്റത്ത് എനിക്ക് ഒന്ന് തൊഴാൻ പറ്റുന്നും. ഇതൊന്നും ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. ഞങ്ങളവിടെ ചെന്നപ്പോൾ ശീവേലി കഴിഞ്ഞ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം കയറിയിട്ട് തൊഴുതു. ഉത്സവമായതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ല തൊഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജാനിയും ഞാനും പുറത്തു നിന്ന് തൊഴുവായിരുന്നു. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ അടുത്തും ശിവനെയും ഭഗവതീനെയും എല്ലാം നന്നായിട്ട് തൊഴുത് മേളവും കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ കഥകളി നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് പോയി. മഹാഭാരതത്തിലെ മഹാവീരനായ കർണൻ്റെ കർണശപഥമായിരുന്നു ഇത്തവണ അവിടെ കഥകളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ധരവാഴ ഗുരുവീരൻ ധരവാഴും ഹരവാഴ ഗുരുവീരൻ ഹരവാഴും വീരൻ ധരവാഴ ഗുരുവീരൻ ധരവാഴും നിസ്സന്ദേഹ
അങ്ങനെ കുറച്ച് നേരം കഥകളിയെല്ലാം കണ്ടിട്ട് അച്ഛനും ഞാനും കൂടെ അവിടെ നിന്ന് പയ്യെ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. കാരണം ജാനിക്ക് ഓൾറെഡി സുഖമില്ലായിരുന്നു. പിന്നെ അധികം നേരം അവിടെ നിന്ന് വാശിയാക്കണ്ടെന്ന് കരുതി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല തായമ്പക നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അവളെ അധികം ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ പണ്ട് നമ്മൾ കടകളിലൊക്കെ കാണും പോലത്തെ ഇതുപോലെ കുറേ ബലൂണൊക്കെ ആയിട്ടൊരു ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. 1-2 ബലൂണൊക്കെ അവൾക്ക് വാങ്ങി. ഇതുപോലെ ഉപ്പിലിട്ട 1-2 സാധനം അച്ഛനും ഞാനും വാങ്ങി കഴിച്ചിട്ട് മെല്ലെ വണ്ടി എടുത്തിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.